ശബരിമലയിൽ യുവതി പ്രവേശനം സംബന്ധിച്ച് വിവാദം നടന്ന സമയത്ത് ഏറെ ശ്രദ്ധ നേടിയ നേതാവാണ് പി.സി. ജോർജ്. വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയും നിയമസഭയിൽ കറുത്ത വസ്ത്രം ധരിച്ച് എത്തുകയും ചെയ്തു. എരുമേലിയിലൂടെ ഒരു യുവതിയെ പോലും കടത്തിവിടില്ലെന്ന് ഭക്തരെ ആവേശത്തിലാഴ്ത്തി അന്ന് പി.സി. പറഞ്ഞു. പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് പോലും ആ സമയത്ത് തോന്നിച്ചു. ഇതിനിടയ്ക്കാണ് പി.സി. ജോർജ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്. എന്നാൽ സോണിയാഗാന്ധിയെ കാണാൻ കഴിയാതെ ഡൽഹിയിൽ നിന്നും വണ്ടി തിരിച്ചു കയറി. പിന്നീട് യു.ഡി.എഫിലെ ഘടകകക്ഷിയാക്കണമെന്ന് പറഞ്ഞ പി.സി. ജോർജ് രംഗത്തെത്തിയെങ്കിലും യു.ഡി.എഫ് അത് തള്ളിക്കളഞ്ഞു. ഈ ഒരു അവസ്ഥയിലാണ് പി.സി. ജോർജ് വലിയ പ്രതിഷേധത്തോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ 1.75 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ് എം.എൽ.എ. പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ശബരിമല വിഷയം മുൻനിർത്തിയായിരിക്കും. ആരെ വോട്ട് തന്നാലും സ്വീകരിക്കും. അയ്യപ്പന്റെ സ്ഥലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് മണ്ഡലത്തിൽ അയ്യപ്പ വിശ്വാസികളെ പിന്തുണയ്ക്കുന്നവരും അവർക്കൊപ്പം നിൽക്കുന്നവരുമായിരിക്കും ജയിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും ജനപക്ഷം പാർട്ടി മത്സരിക്കുമെന്ന് പി.സി. ജോർജ് നേരത്തെ അറിയിച്ചിരുന്നു. കോട്ടയത്ത് പി.ജെ. ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്ന് പി.സി. ജോർജ് പറഞ്ഞിരുന്നു. കോൺഗ്രസുമായി സഹകരിക്കാൻ നേരത്തെ താല്പര്യം അറിയിച്ചിരുന്നുവെങ്കിലും അവർ മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് പി.സി. ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ജനപക്ഷം എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് 9 അംഗ സമിതിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടി ബി.ജെ.പി. പി.സി. ജോർജിന്റെ ജനപക്ഷത്തെ അടക്കം കൊണ്ടുവന്ന് സീറ്റ് നേടാനുള്ള ശ്രമമാണ് ബി.ജെ.പി. നേതൃത്വം നടത്തുന്നത്. അതേസമയം ബി.ജെ.പിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് പി.സി. ജോർജ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതുവിധേനയും കേരളത്തിൽ സീറ്റ് നേടുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് മധ്യ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കുമിടയിലും സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. തിരയുന്നത്. ശബരിമല വിഷയത്തിൽ പി.സി. ജോർജ് സ്വീകരിച്ച നിലപാടാണ് ജനപക്ഷത്തിലേക്ക് ബി.ജെ.പി. അടുപ്പിക്കുന്നത്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടും പി.സി. ജോർജിന് ലഭിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ പച്ചക്കൊടി കാട്ടിയാൽ ജനപക്ഷവുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തും. നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. എന്നാൽ ബി.ജെ.പിയുമായി സഹകരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നാണ് പി.സിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുമ്പോൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്.